ഈ മാസം 27 റിലീസ് ചെയ്യാൻ പോകുന്ന കൽക്കി 2898 ADയുടെ റിലീസിന് മുന്നേ ആയിട്ട് ഇതിന്റെ ക്രിയേറ്റേഴ്സ് പ്രീക്വൽ സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ബുജ്ജി ആൻഡ് ഭൈരവ സീസൺ ആകെ 2 എപ്പിസോഡേ ഉള്ളൂ. ഒരു എപ്പിസോഡ് 14 മിനിറ്റ്, മറ്റേത് 14 മിനിറ്റ്. ടോട്ടൽ ഡ്യൂറേഷൻ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറേ ഉള്ളൂ. ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കഥ നടക്കുന്ന ആ ഒരു വേൾഡിനെ കുറിച്ചിട്ടും ഒരു ഏകദേശം ഐഡിയ തരാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ യൂസ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങൾ, ആ സ്റ്റോറി ആയാലും ശരി, അല്ലെങ്കിൽ ഭൈരവ ആൻഡ് ബുജ്ജി എന്ന് പറയുന്ന ഒരു AI പൈലറ്റ് എങ്ങനെയാണ് ഭൈരവയായിട്ട് മീറ്റ് ചെയ്യുന്നത്, ആൻഡ് അങ്ങനെയുള്ള ഒരു സ്റ്റോറിയിൽ നിന്നും അവരുടെ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതിന്റെ ഒരു കാശിയിലാണ് ഇതിന്റെ ഒരു കഥ നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. എൻ്റെ അതിൽ പറയുന്നുണ്ട് കാശിയിലത്തെ ചില സ്ഥലങ്ങളെ കുറിച്ചുള്ള മെൻഷനിങ്ങും ആൻഡ് മെയിൻ വില്ലൻസിന്റെ പേരെടുത്ത് മെൻഷനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു സ്റ്റാച്യു കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ ഒരു ക്യാരക്ടറിന്റെ സ്റ്റാച്യു അവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ അത് മാത്രമല്ലാതെ ഈ ഒരു ആൾക്കാരുടെ മൊത്തത്തിലുള്ള ലൈഫ് അവിടെ എങ്ങനെയാണ്, ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നതിന് 2 വർഷം മുന്നേ, അതായത് 2896 ഈ ഒരു സീരീസിന്റെ കഥ നടക്കുന്നത്. ആൻഡ് ആ കഥ എങ്ങനെ പറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയതും, അല്ലെങ്കിൽ ഇവർ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് തന്നെയായിരിക്കും ആ സിനിമയിൽ എന്നുള്ള ഏകദേശം ഐഡിയ തരാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭാസിന്റെ ആയാലും ഈ ബുജ്ജിയുടെ ആയാലും ആ സീൻസ് ഒക്കെ നല്ല രീതിയിൽ സിങ്ക് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. കീർത്തി സുരേഷ് ആണ് ബുജ്ജിയുടെ സൗണ്ട് ഡബ് ചെയ്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് സൗണ്ട് മാച്ച് ആയിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡബിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിന്റെ വോയിസ് മോഡുലേഷനും അങ്ങനെയുള്ളതൊക്കെ. ആൻഡ് ഭൈരവ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. അങ്ങനെ ആൾക്കാരെ ക്യാച്ച് ചെയ്യാനൊക്കെ പോകുന്നതും അല്ലെങ്കിൽ റിവാർഡുള്ള ആൾക്കാരെ ക്യാച്ച് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു ഏകദേശമായിട്ട് ഒരു ലേസി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അത്യാവശ്യം ഉഡായിപ്പൊക്കെ കയ്യിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് സിനിമ റിലീസ് ആകുമ്പോൾ നമുക്കറിയാം. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക്, ബുജ്ജിനെ കാണിക്കുമ്പോൾ ഒരു മ്യൂസിക് ഇപ്പൊ നമ്മൾ ടീസറിലും കണ്ടിരുന്നു. ആൻഡ് അത് നല്ല രീതിയിൽ ഒരു അടിപൊളി ഒരു മ്യൂസിക് ആയിട്ട് തോന്നി. ആൻഡ് ഓവറോൾ ഈ സിനിമയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ റൈസ് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ സ്റ്റോറി. ഈ 2 എപ്പിസോഡും കൂടി നമ്മൾ കാണുമ്പോൾ ഒരു അരമണിക്കൂർ ടൈമേ വരുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ലാസ്റ്റ് ആ ഒരു ടീസർ ഇറങ്ങിയിരുന്നു, ബുജ്ജിയും ഭൈരവിയായിട്ടുള്ള ചില സീക്വൻസ് കാണിച്ചുള്ള ഒരു ടീസർ, അതൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി എക്സ്പെക്ടേഷൻ കൂടി. അതുകൊണ്ട് പിന്നെ ഇതും കൂടി അപ്പൊ പിന്നെ പറയണ്ട, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സീരീസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാത്തവരെ എന്തായാലും കാണുക. ആൻഡ് സീരീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.